രണ്ടാമത് ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ കുടിയേറിയാൽ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, നമുക്ക് ക്ഷമിക്കാൻ കഴിയും. നിശ്ചയമായും ക്ഷമിക്കാൻ കഴിയും. എത്ര വലിയ വേദനകൾ നിങ്ങൾക്കുണ്ടായെങ്കിലും നിങ്ങൾ ക്ഷമിക്കും സഹോദരങ്ങളെ. വേദപുസ്തകം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? വിശുദ്ധ പൗലോസ്ലീഹ 195 അടിയേറ്റിട്ടുണ്ട്. അദ്ദേഹം കല്ലേറിയിച്ചിട്ടുണ്ട്, കോലിനാൽ അടിയേറ്റിട്ടുണ്ട്. പക്ഷേ തന്നെ അടിച്ചത് ആരാണെന്നും തന്നെ കല്ലെറിഞ്ഞത് ആരാണെന്നും കോലുകൊണ്ട് തന്നെ തല്ലിയത് ആരാണെന്നും നമ്മുടെ ബൈബിളിൽ എഴുതിയിട്ടില്ല. കാര്യം സ്നേഹത്തിന്റെ ആഴം വന്നപ്പോൾ തന്നെ ഉപദ്രവിച്ചവരെ മറന്നു കളഞ്ഞു. ശ്രദ്ധിക്കുക, യേശുവിന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാൽ വേർപിരിപ്പാൻ കഴിയാത്തതും അവസാനം വരെ തുടരുന്നതുമായ ആഴമേറിയ ഈ സ്നേഹത്താൽ നിന്റെ ഹൃദയത്തിലെ ഭയം പുറത്തു പോകും. ചിലർക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കരമായി ഭയപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. ചുമ്മാത് ഭയപ്പെടുകയാണ് ഏതോ കാര്യങ്ങളിൽ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കാൻ ഫെയ്ത്തോമിൽ വന്നു. ജനങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചു. മനസ്സാക്ഷിയുടെ ആക്ഷേപത്താൽ ഉണ്ടായ ഭയമാണ്. മനസ്സാക്ഷിയുടെ ആക്ഷേപത്താൽ ഉണ്ടായ ഭയം. ആ ഭയത്തിന്റെ മുമ്പിൽ ആ കുട്ടി അങ്ങ് വിറയ്ക്കുകയാണ്, ഈയറുപോലെ വിറയ്ക്കുകയാണ്. ആരെന്ത് പറഞ്ഞിട്ടോ അത് ശാന്തപ്പെടാൻ ഒക്കുന്നില്ല. പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. 5 നിമിഷത്തിനുള്ളിൽ മനസ്സ് മാറി മറ്റൊരു വഴിയിലേക്ക് പോകും. ദൈവ പൈതലേ, ആരെങ്കിലും ഇന്ന് രാത്രി അങ്ങനെ ഇരിപ്പുണ്ടോ? ഇതാ യാഗപീഠത്തെ ചുറ്റി ഒഴുകുന്ന ഒരു നദി നമുക്കുണ്ട്. അത് നമ്മുടെ യേശുവിന്റെ സ്നേഹമാണ്. ആ സ്നേഹം ഈ രാത്രി നിന്റെ ഹൃദയത്തിൽ കുടിയേറുന്നെങ്കിൽ നിശ്ചയമായും ഈ രാത്രി നിന്റെ ഹൃദയത്തെ ഭരിക്കുന്ന ഭയം നിന്നെ വിട്ടു പുറത്തു പോകും. ലോകത്തിൽ വലിയ പ്രശസ്തന്മാരായ മനുഷ്യരുണ്ട്, ചെറിയ കാര്യങ്ങളെ പേടിക്കും. നെപ്പോളിയന്റെ ചരിത്രം കേട്ടിട്ടില്ലേ? നെപ്പോളിയൻ യൂറോപ്പ് മുഴുവൻ വിറപ്പിച്ച മഹാനാണ്. നെപ്പോളിയൻ എന്ന ചക്രവർത്തി യൂറോപ്പ് മുഴുവൻ വിറപ്പിച്ചു. നെപ്പോളിയൻ എന്ന് കേട്ടാൽ തന്നെ യൂറോപ്പ് ഭയപ്പെടുമായിരുന്നു. പക്ഷേ നെപ്പോളിയന് പാറ്റായെ പേടിയായിരുന്നു. അവന് ഭയങ്കര പേടിയാണ്. തന്നെ തടവുകാരനായി വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ സൈനാധിപൻ ലോർഡ് വില്ലിംഗ്ടൺ തന്നെ പിടിച്ച് കപ്പൽ തുറമുഖത്തും തന്നെ നടത്തി കൊണ്ടുവരുമ്പോൾ താൻ നടന്നു വരുന്ന കണ്ടോടനെ ലോർഡ് വില്ലിംഗ്ടൺ കീഴിലുള്ള ഉദ്യോഗസ്ഥനോട് വെടിവെക്കടാന്ന് പറഞ്ഞു. അവൻ തോക്ക് മുനിച്ചു പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല സാർ, ഇങ്ങനൊരു മഹാനെ കൊന്നുകളഞ്ഞുകൂടാന്ന് പറഞ്ഞു. ലോർഡ് വില്ലിംഗ്ടൺ അത്ഭുതപ്പെട്ടു പോയി. ഇവനെ കൊല്ലാൻ പാടില്ല, പക്ഷെ ഇവൻ ജീവിച്ചിരുന്നാൽ ഉപദ്രവിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചായ കൊടുത്തു. ഒരു കപ്പിൽ ഇങ്ങനെ ചായ കൊടുത്തപ്പോൾ തൊട്ടുപുറയിൽ തലയ്ക്ക് മേളിൽ വെച്ച് വെടിവെച്ച് കേട്ടിട്ട് കപ്പ് അനങ്ങിയില്ല. അത്ര ധൈര്യശാലിയായിരുന്നു. പക്ഷെ പാറ്റായെ പേടിയാണ്. കാരണം തന്റെ കുട്ടിക്കാലത്ത്, കുഞ്ഞായിരിക്കും കാലത്ത് ഒരു പാറ്റ പറന്ന് കണ്ണിൽ വന്ന് കൊണ്ടിട്ട് കണ്ണിന്റെ കൃഷ്ണമണി മുറിഞ്ഞ് ആ വേദന വാർദ്ധക്യത്തിലും പറന്നു കിടക്കുകയാണ്. പാറ്റായെ പേടിയാണ്. ആ ആർമി ക്യാമ്പിൽ ഒരു പാറ്റ കയറിയാൽ അലറി വിളിക്കുമെന്നാ പറയുന്നു. ശത്രുവിന്റെ തോക്കിനെ പേടിയില്ല, വെടിയുണ്ടെ പേടിയില്ല, കടൽ തിരകളെ ഭയമില്ല, പക്ഷെ പാറ്റായെ പേടിയാണ്. ഇങ്ങനെ ചില മഹാന്മാർ നമ്മുടെ ഇടയിലും ഉണ്ട്. ഭയങ്കര ധൈര്യമാണ്. വൈകിട്ട് 6 മണി വരെ, 6:30 ശേഷം ആ ധൈര്യം പാടെ പോയി കളയും. എന്തിനാണ് ഭയപ്പെടുന്നത്? അതും അറിഞ്ഞുകൂടാ. ശ്രദ്ധിക്കുക, ചിലത് കാരണങ്ങളാലുള്ള ഭയങ്ങളുണ്ട്. എവിടെ നിന്നോ കിട്ടിയ തെറ്റായ അറിവുകൾ. കുട്ടിക്കാലത്ത് തന്നെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർ ഒരു ഭയത്തിന്റെ രേഖ വരച്ചു കൊടുക്കും. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ ഭയരഹിതനാണ്. അവന്റെ കാൽപാദം തൊട്ടു നോക്കൂ, എത്ര മൃദുവാണ്. ഇതുപോലെയാണ് അവന്റെ മനസ്സും. യേശുവിന്റെയും ദൂതന്മാരുടെയും സാന്നിധ്യം കുഞ്ഞുങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, ആ സൃഷ്ടാവിന്റെ സാന്നിധ്യം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും. തള്ള എന്ത് ചെയ്യും? ശിശു പ്രായത്തിൽ തന്നെ അവനെ ഒന്ന് ഉറക്കണം. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറുക്ക് അവന്റെ വായിലോട്ടൊന്ന് കോരി കൊടുക്കണം. അപ്പോൾ അവന് പറഞ്ഞു കൊടുക്കും, ഉമ്മാക്കി വരുമെന്ന്. അന്ന് മുതൽ അവൻ ഉമ്മാക്കിയെ കുറിച്ച് കേൾക്കുകയാണ്. ഉമ്മാക്കി ഹവ്വ കായിന് കുറുക്ക് കോരിക്കൊടുത്തപ്പം മുതൽ ഉമ്മാക്കിയുടെ കാര്യം പറയുക. ഉമ്മാക്കി ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ തലമുറയായി ഉമ്മാക്കിയെ പരിചയപ്പെടുത്തിയാണ് കുഞ്ഞുങ്ങളെ ആഹാരം കഴിപ്പിക്കുന്നത്. മേടുള്ളവന്മാരെ ഉറക്കണമെങ്കിൽ ഉമ്മാക്കി വരണം. അങ്ങനെ കുഞ്ഞു മനസ്സിൽ ഈ വികൃത രൂപം വരച്ചു കൊടുക്കും. കാലങ്ങൾ പലത് കടന്നുപോകും. അറിവ് മണ്ഡലം വർദ്ധിച്ചു വരും. അവൻ പലരിൽ നിന്ന് കേട്ടതും ജീവിതത്തിലെ ചിന്താമണ്ഡലത്തിൽ കൂടെ ഭയം കയറി പിടിക്കും. എത്ര പേർ ഭയപ്പെട്ടു ഓടുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ നദി പുറപ്പെട്ടൊഴുകുന്നുള്ള വചനം സത്യമാണെങ്കിൽ 1900 വർഷങ്ങൾക്ക് മുൻപ് റോമാക്കാരുടെയും ഇതുപോലെ യഹൂദന്മാരുടെയും ശിക്ഷയേറ്റ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂക്കപ്പെട്ട യേശുവിന്റെ സ്നേഹം അവിടെ നിന്നൊഴുകി ഈ രാത്രി പന്തലിൽ എത്തിയിട്ടുണ്ട്. ആ സ്നേഹം നിന്റെ ഹൃദയത്തെ നിറയ്ക്കുമ്പോൾ നിന്റെ മനസ്സിനെ വേട്ടയാടി ഭയപ്പെടുത്തി നിന്റെ ഉറക്കം കെടുത്തുന്ന സാത്താൻ ഈ രാത്രി നിന്നെ വിട്ടുപോകും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ദൈവമക്കളെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടൊഴുകുന്ന ഒന്നാമത്തെ നദി യേശുവിന്റെ സ്നേഹത്തിന്റെ നദിയാണ്.
ആ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ജീവിതയാത്രയിൽ പലരെയും നമ്മൾ കാണും. ഞാനൊരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു പയ്യനെ കണ്ടു. അവൻ ഒരു ഗുണ്ടയായിരുന്നു. ഇങ്ങനെ വണ്ടി CC പിടിക്കാൻ പോകുന്നതാണ് അവന്റെ ജോലി. അവനൊരു 7 അടി ഹൈറ്റ് കാണും, ഒരു 150 കിലോ തൂക്കം കാണും. അവനിടയ്ക്കൊക്കെ പാസ്റ്റർ പച്ചോ എന്ന് പറഞ്ഞ് എന്റെ കയ്യെ കയറി പിടിക്കാറുണ്ട്. JCB കയറി പിടിക്കുന്ന പോലെ അത് അവൻ പ്രൈസിലോട് പറയുമ്പോഴേ ഞാൻ കയ്യും വലിച്ചോണ്ട് ഓടിക്കളെ, വേണ്ട അത് കുറച്ച് മതി, നീ അങ്ങോട്ട് മാറി നിന്നോളാൻ പറയും. അവൻ രക്ഷിക്കപ്പെട്ടു. ദൈവമക്കളെ, വളരെ ക്രൂരൻ, മഹാദുഷ്ടൻ. അവന്റെ മാതാപിതാക്കന്മാർ അവനെ ഓർത്ത് വ്യാകുലപ്പെട്ടിരുന്നു. യേശുവിന്റെ സ്നേഹം അവനിൽ വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു മനുഷ്യനിങ്ങനെ മാറ്റം സംഭവിക്കും. അവൻ അവസാനം എന്നോട് പറഞ്ഞേച്ച് ദീർഘ 10 കൊല്ലത്തോളം ഒരു വാടകുണ്ടയായി നടന്ന് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം പോയി ക്ഷമയോദിച്ചു, സോറി പറഞ്ഞു, മടക്കി കൊടുത്തു. പോലീസുകാരോട് പോയി ക്ഷമ പറഞ്ഞു. എന്തൊരത്ഭുതം! യേശുവിന്റെ സ്നേഹം ഉള്ളിൽ വന്നപ്പോൾ അവനെ അലട്ടിയ ഭയം വിട്ടുപോയി. ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ക്ഷമിക്കും. നീ ക്ഷമിക്കാതിരിക്കുന്നിടത്തോളം കാലം നിന്റെ പ്രാണനെ പിശാച് വേട്ടയാടി നിന്റെ വിലപ്പെട്ട ആയുസ് തീർത്ത ശേഷം നരകത്തിലേക്ക് വലിച്ചഴക്കുകയാണ്. യേശു നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ കടക്കാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നിങ്ങളുടെ കടങ്ങളും പിഴകളും എന്റെ പിതാവ് ക്ഷമിച്ചിട്ടില്ല. ആകയാൽ ക്ഷമിക്കേണ്ടതിന് ഈ രാത്രിയിൽ യേശുവിന്റെ സ്നേഹം കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാം. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി എത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് ആത്മാവിൽ അനുഭവിച്ചറിയാം. അപ്പോൾ ബൈബിൾ പറയുന്ന ഒന്നാമത്തെ നദി ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ തുടങ്ങി അത് കിഴക്കോട്ടൊഴുകി യാഗപീഠത്തിൽ, പ്രാകാരത്തിലെ യാഗപീഠത്തിൽ ചുറ്റി തെക്കോട്ടൊഴുകി കഴിഞ്ഞ ദീർഘവർഷം. ഈ രാത്രിയിലും ആ സ്നേഹം ആരാണ് കൊണ്ടുവരുന്നത്? ഈ സ്നേഹത്തിന്റെ ആഴ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാനൊക്കെ ഒക്കത്തില്ല സഹോദരങ്ങളെ. ചിലര് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് അവർ പരിസരം മറന്നിങ്ങനെ തെറിച്ച് ആത്മാവിൽ നിറയും. നമ്മൾ പൊതുവെ ചിന്തിക്കും ഇത് പെന്തിക്കോസ്തുകാരുടെ ആരാധനയുടെ ഭാഗം അല്ല സഹോദരങ്ങളെ. നിങ്ങളൊരു നാഷണൽ പെർമിറ്റ് ലോറിയുടെ ഇഞ്ചൻ വാങ്ങി നമ്മുടെ നാട്ടിൻ പുറത്തോടുന്ന ഒരു ഓട്ടോറിക്ഷയുടെ ഇഞ്ചൻ മാറ്റി ഈ ലോറിയുടെ ഇഞ്ചൻ അതിൽ കയറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റേസ് ചെയ്യണം. ഓട്ടോ ഒരു പോസ്റ്റിന്റെ പൊക്കത്തിൽ ചാടുന്നത് കാണാം. ഓട്ടോ എന്തു പറയും? എന്റെ പൊന്നു പാസ്റ്റർ, ഈ ഇഞ്ചന്റെ കപ്പാസിറ്റി എന്റെ ബോഡിക്ക് താങ്ങാൻ വയ്യ. അതുകൊണ്ടാണ് ഇഞ്ചന്റെ പവർ എന്റെ ബോഡിക്ക് താങ്ങാൻ ഒക്കാത്തത് കൊണ്ടാണ് നിയന്ത്രണം വിട്ട് ഓട്ടോ താഴോട്ടും മേളോട്ടും ചാടുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഓർത്തുകൊള്ളണം സഹോദരങ്ങളെ, ആ സ്നേഹം കൊണ്ട് ഈ രാത്രി നിറയ്ക്കണം. ഭയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭയം ഈ രാത്രി നിങ്ങളോട് വിട പറയട്ടെ. നിങ്ങളുടെ രോഗത്തിന്റെ പിന്നിൽ ഭയമാണ്, നിങ്ങളുടെ ശാരീരിക കഷ്ടത്തിന്റെ പിന്നിൽ ഭയമാണ്, നിങ്ങളുടെ സംശയ വിചാരങ്ങളുടെ പിന്നിൽ ഭയമാണ്, നിങ്ങളുടെ അധൈര്യത്തിന്റെയും നിരാശയുടെയും പിന്നിൽ ഭയമാണ്. ഭയത്തെ നിങ്ങൾക്ക് എങ്ങനെ പുറത്താക്കാം? യേശുവിന്റെ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ ഒരു രോഗിയല്ല, രോഗത്തിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ. നീ ഒരു വ്യാധിക്ക് അടിമയല്ല, വ്യാധിയുടെ വിചാരങ്ങൾ മാത്രമേ നിനക്കുള്ളൂ. നിന്റെ വിചാരവും ഹൃദയത്തിൽ കിടക്കുന്ന ഭയവും കൂടെ ചേർന്നപ്പോൾ നിന്റെ പ്രാണനെ സാത്താൻ വേട്ടയാടി സ്വയം അരിഷ്ടനെന്ന് പ്രഖ്യാപിച്ച് ഓടി ഒളിക്കുകയാണോ? ഈ രാത്രി യേശുവിന്റെ സ്നേഹം എന്ന നദിയിലേക്ക് നമുക്ക് പോകാം. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തതാണ്. നീന്തും തോറും ആഴത്തിൽ നിന്ന് ആഴത്തിലേക്ക് വരും. പൗലോസിന്റെ വാക്കൊക്കെ വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. അതിന്റെ ആഴം, അതിന്റെ നീളം, അതിന്റെ വീതി. താൻ ചോദിക്കുന്നു, എന്നെ എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നത് ആരാണ്? കഷ്ടതയ്ക്ക് സാധ്യമല്ല. കഷ്ടത, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്. ക്രൈസ്തവരുടെ പ്രാരംഭകാലം എടുത്തു നോക്കുക. ഇന്ന് ക്രൈസ്തവർ സമ്പൽ സമൃദ്ധിയുടെ രാജവീതിയിൽ ഒഴുകുകയാണ്. എന്നാൽ ക്രൈസ്തവ മാർഗത്തിന്റെ പ്രാരംഭം നോക്കൂ. ആയിരങ്ങളെ രക്തസാക്ഷികളായി കൊന്നുമുടിച്ചു, ആയിരങ്ങളെ സിംഹത്തിന് എറിഞ്ഞുകൊടുത്തു, ആയിരങ്ങളെ കത്തി ജ്വലിക്കുന്ന തീയിലേക്ക് എറിഞ്ഞു, ആയിരങ്ങളെ തിളച്ച എണ്ണയിലിട്ട് ചുട്ടുകളഞ്ഞു. രാജാക്കന്മാർ കീഴടങ്ങി, ആ ഭരണകർത്താക്കന്മാർ കീഴടങ്ങി. ചോദ്യം എന്താണ്? എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നവനോ? കഷ്ടതയ്ക്കോ, പട്ടിണിക്കോ, നഗ്നതയ്ക്കോ, ആപത്തിനോ, വാളിനോ, ഇപ്പോൾ ഉള്ളതിനോ വരാനുള്ളതിനോ, ജീവനോ മരണത്തിനോ വേർപിരിപ്പാൻ കഴിയാത്ത ഒരു സ്നേഹമുണ്ട്. അത് യേശുവിന്റെ സ്നേഹമാണ്. ആ സ്നേഹം ഹൃദയത്തിൽ പ്രാപിച്ച ക്രൈസ്തവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ.
അപ്പോൾ ആ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കണം. കർത്താവിനോട് യാചിച്ചാട്ട് പൗലോസ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് ആ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരും. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടൊഴുകുന്ന അടുത്ത നദി സമാധാനത്തിന്റെ നദിയാണ്. യെശയ്യാ പ്രവാചകന്റെ പ്രവചന പുസ്തകം 48-ാം അധ്യായം 18-ാം വാക്യം. യെശയ്യാവ് പറയുകയാണ്, നിന്റെ സമാധാനം നദി പോലെ ഒഴുകും. വായിച്ചാൽ, അയ്യോ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകും. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, ബൈബിൾ പറയുന്ന രണ്ടാമത്തെ നദി സമാധാനത്തിന്റെ നദിയാണ്. കർത്താവായ യേശുവിനെ നീ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നിന്റെ സമാധാനം നദി പോലെ ഒഴുകും. നദി പോലെ ഒഴുകുന്നതാണ് സമാധാനം. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കും. എത്ര കത്തിജ്വലിക്കുന്ന വിഷയമാണെങ്കിൽ പോലും ചില മനുഷ്യരോട് ഒരു നിമിഷം നിങ്ങൾ സംസാരിച്ചാൽ അവന്റെ ഹൃദയത്തിലെ സമാധാനം കണ്ട് നമ്മൾ അത്ഭുതപ്പെടത്തില്ലേ? ഓർക്കുക, സമാധാനം ഒരു നദിയാണ്. ഈ സമാധാന നദി തുടങ്ങിയത് എവിടെയെന്നറിയാമോ? സകല നദികൾക്കൊരു ഉത്ഭവസ്ഥാനമുണ്ട്. നമ്മുടെ ഭാരതത്തിലെ പ്രശസ്തമായ നദിയാണ് ഗംഗാ നദി. ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിലാണ്. നമ്മുടെ കേരള സംസ്ഥാനത്തിലെ പ്രധാന നദിയാണ് പമ്പാ നദി. ഉത്ഭവിക്കുന്നത് അത് ശബരിമലയുടെ ഭാഗങ്ങളിൽ നിന്നാണ്. പലയിടങ്ങളിൽ നിന്ന് ചെറിയ നീർച്ചാലുകൾ ഉറവകളായി ഒഴുകിയെത്തി ഇതൊരു വലിയ നീരുറവയായി, അതൊരു നദിയായി. നദി നൂറുകണക്കിന് മൈലുകൾ ഒഴുകി ഒടുവിൽ അത് മഹാസമുദ്രത്തിൽ ചേരുകയാണ്. സമാധാനം നദിയാണ്. ഈ നദിയുടെ ഉത്ഭവം എവിടെയാണെന്നറിയാമോ? കർത്താവായ യേശുവിന്റെ കാൽവറി ക്രൂശിലാണ്. നമ്മുടെ സമാധാനത്തിന്റെ ശിക്ഷ ഏറ്റുകൊണ്ട് ഇരു കള്ളന്മാർക്ക് മധ്യേ തൂക്കപ്പെട്ട യേശുവിന്റെ ക്രൂശിൽ നിന്നാണ് ഈ സമാധാനത്തിന്റെ നദി ഒഴുകുന്നത്. എന്താണ് ഈ യേശുവിന്റെ സമാധാനത്തിന്റെ പ്രത്യേകത എന്നറിയാം? ലോകത്തിൽ ഇന്ന് ഒരുപാട് സമാധാനമുണ്ട്. നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ ദീർഘദൂരം നിന്ന് നമ്മൾ KSRTC ബസ്സിൽ ദീർഘദൂരം യാത്ര ചെയ്ത് നമ്മുടെ കൈകാലുകൾ കൊഴിയുമ്പോൾ യാദൃശ്യമായി അടുത്തിരിക്കുന്ന ആള് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും. പെട്ടെന്ന് നമ്മൾ മറ്റാരും ഇരിക്കാതെ ചാടിക്കയറി അവിടെ ഇരിക്കും. സ്വയം നമ്മളോട് തന്നെ പറയും, സമാധാനമായ. പറയാറില്ലേ? ഇതിനെ പറഞ്ഞിട്ടില്ല, സമാധാനമായെന്ന് പറയും. കാര്യം എന്താണ്? അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങേണ്ടി വരുന്നെങ്കിലും നമ്മുടെ നട്ടെല്ലിന്റെ കണ്ണിക്കൊരു ആശ്വാസം കിട്ടുവാൻ ഇരിക്കാൻ ഒരു ഇരിപ്പിടം കിട്ടുമ്പോൾ സമാധാനമായി. ഭയാനകമായ കടഭാരങ്ങൾ ഒഴിയുമ്പോൾ സമാധാനം എന്ന് പറയും. വിവാഹപ്രായമായ മക്കളെ വിവാഹം കഴിച്ച് അവരൊരു സുരക്ഷിത സ്ഥാനത്തെത്തുമ്പോൾ മാതാപിതാക്കന്മാർ സമാധാനമായെന്ന് പറയും. ഇങ്ങനെ അനേക സമാധാനങ്ങളുടെ നിര ഇന്ന് ലോകത്തിൽ കാണാം സഹോദരങ്ങളെ. ലോകത്തിനൊരു പരിധിവരെ നിങ്ങൾക്ക് സമാധാനം തരാം. എന്നാൽ യേശുവിന്റെ സമാധാനം അങ്ങനെ ഒരു സമാധാനമല്ല. യേശുവിന്റെ സമാധാനത്തിന്റെ പിന്നിൽ പ്രധാനപ്പെട്ട 3 കാര്യമുണ്ട്. ഒന്നാമത് പൗലോസ് പറയുന്നു, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെയാണ്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നിങ്ങൾക്ക് സമാധാനം ലഭിച്ചു. അപ്പോൾ നമ്മുടെ സമാധാനത്തിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട് പോലും. ഒന്ന് വായിച്ച, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ കിട്ടിയ സമാധാനം. നമ്മുടെ സമാധാനം കെടുത്തുന്നത് ആരാ? ചില മാതാപിതാക്കന്മാർക്ക് തലതെറിച്ച കുഞ്ഞുങ്ങളുണ്ടാകും. അവന്മാര് സമാധാനം കെടുത്തിക്കളയും. നമ്മൾ കണ്ടിട്ടില്ലേ? മഹാപിശുക്കന്മാരായ അപ്പനും അമ്മയും. അങ്ങേര് കപ്പയും ചുട്ടു തിന്നി ചക്കക്കുരുവും തിന്നി ഒരു സന്തതി ജനിക്കും. അവന് 3500 രൂപയുടെ ഷൂ മതി, 2.25 ലക്ഷം രൂപയുടെ ബൈക്ക് മതി. കണ്ടിട്ടില്ലേ? അതാണ് പിശുക്കന്മാരായ മാതാപിതാക്കന്മാർക്ക് ലോകത്തിൽ വെച്ച് ഏറ്റവും അടിപൊളിയായ സന്തതികളെ കൊടുക്കും. അതുപോലെ തന്നെയാണ് ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ? മഹാപിശുക്കന്മാരാ, ഉള്ളത് അഡ്ജസ്റ്റ് കൊണ്ട് ജീവിക്കും. അവൻ എവിടെയെങ്കിലും വട്ടം ചുറ്റിച്ചെന്ന് ഒരു ഭാര്യ അവൻ വിവാഹം കഴിക്കും. അവള് ലോകത്തിൽ ഏറ്റവും ഡെയിലി 2500 രൂപ വെറുതെ ചെലവാക്കുന്ന ടൈപ്പായിരിക്കും. ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് നോക്കിയാൽ അറിയാം. അതൊക്കെ ദൈവം കറക്റ്റ് ചെയ്ത് കാൽക്കുലേഷൻ ചെയ്ത് വെച്ചിരിക്കുക. പിശുക്കനും കൂടെ ആയാൽ പ്ലസ് പിശുക്കൻ ലോകം തന്നെ അമ്പരന്ന് പോകും. അതുകൊണ്ട് ദൈവം എപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ലോകത്തിൽ സമാധാനം തരാം സഹോദരങ്ങൾ. എത്രയോ പേർ എന്തെല്ലാം വിഷയങ്ങളിൽ നമുക്ക് സമാധാനം, ആശ്വാസത്തിന്റെ വാക്കൊക്കെ പറഞ്ഞ് നമുക്ക് അവരെ സമാധാനിപ്പിക്കാം. പിന്നെ നമ്മൾ അവരോടൊപ്പം ഒന്ന് ഇറങ്ങിച്ചെന്നാലും മതി. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആലുവയിൽ ഞാൻ ഇരിക്കുമ്പോഴേ അവിടെ ഒരു പ്രാന്ത് പിടിച്ച മനുഷ്യൻ വരും. മുമ്പ് ഞാൻ പറഞ്ഞതായിരിക്കാം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം? ഇടയ്ക്കിടയ്ക്ക് വെയിറ്റോമിൽ വന്ന് പൈസയൊക്കെ ചോദിക്കും. ഒരു പ്രാന്ത് പിടിച്ചവനാ, ഒരു ചെറിയ സ്ക്രൂ ആയുള്ളവനാ. അപ്പോൾ ഇടയ്ക്കൊക്കെ പൈസ കൊടുക്കും. ഒരു ഞായറാഴ്ച രാവിലെ അവൻ വന്ന് പൈസ ചോദിച്ചു. അവിടെ എസ്റ്റേ സാറിന് പറഞ്ഞു, പോയിരുന്നു പ്രാർത്ഥിക്കണമെന്ന്.
അപ്പൊ അവന് വെളിവില്ലല്ലോ. അവൻ അവിടെ വാതിക്കെ നിന്ന് കുറെ ചീത്തയൊക്കെ പറഞ്ഞേച്ചു. അപ്പൊ ഞാൻ അന്ന് വെളുപ്പിനെ എത്തിയതാ. ഞാൻ ആരടാ ഈ സംസാരിക്കുന്ന വിചാരിച്ചു വന്നപ്പോൾ ഇവനെയാണ് കണ്ടത്. കണ്ടപാടെ ഇവൻ എന്ത് ചെയ്തു, എന്നെ കണ്ടപ്പോൾ ജീവനും കൊണ്ട് ഓടി. ഞാൻ ഓർത്ത് കുഴപ്പമില്ല, ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, ഇനി ശല്യത്തിന് വരത്തില്ലല്ലോ എന്നോർത്ത്. ചില നാളുകൾ കഴിഞ്ഞ് ഞാനൊരു ദിവസം ഒരു ബാർബർ ഷോപ്പിൽ ചെന്നു. ചെറിയ ചാച്ചമഴയുള്ള സമയം. ബാർബർ ഷോപ്പിൽ ചെന്ന് തലമുടി വെട്ടിട്ട് ഇറങ്ങി വരുമ്പോൾ ഇവനൊരു മൂലയ്ക്ക് ഇങ്ങനെ കൂനിപ്പടച്ചിരിക്കുകയാണ്. ഞാൻ പതുക്കെ ചെന്ന് അവനെ കൂട്ടി, എടവേ നീ എന്താ ഇവിടെ ഇരിക്കുന്ന, കുറെ കാലമല്ലോ നിന്നെ കണ്ടിട്ട്, നീ വല്ലതും കഴിച്ചോളാ. അയ്യോ അച്ചോ ഞാനൊന്നും കഴിച്ചില്ല. ഇപ്പൊ ഞാനൊരു 50 രൂപ എടുത്തു. നീ അവിടെ ബിവറേജിൽ പോയി കരിയോലൊന്നും മേടിച്ച് കുടിക്കരുത്, ഇവിടെ ഈ കടയിൽ നിന്ന് പൊറോട്ട വല്ലതും മേടിച്ച് തിന്നണമെന്ന് പറഞ്ഞു. ശരി അച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ആ കടക്കാരൻ ഇറങ്ങി വന്ന് ചോദിച്ചു, എന്താ കരിവനും മട്ടനാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ആലുവായിലാകെ എന്നെ ചീത്ത വിളിക്കാൻ ഇവനേ ഉള്ളൂ. അപ്പൊ എപ്പോഴാന്ന് വെച്ചാൽ സമയം കണ്ട് വന്ന് ചീത്ത വിളിച്ചോട്ടെ എന്നോർത്ത് 50 രൂപ കൊടുത്തതാണെന്ന് പറഞ്ഞു. പൈസ മേടിച്ചും പോയി. ഞാനങ്ങ് പോവുകയും ചെയ്തു. ചില നാളുകൾ കഴിഞ്ഞു സഹോദരങ്ങൾ, ഇവൻ ദുഃഖത്തോടെ ബെയ്ത്തോമിൽ വന്നിരിക്കുക, വലിയ വായിലേക്ക് കരഞ്ഞുകൊണ്ട് വരിക. അയ്യോ അങ്ങേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അങ്ങേ ചീത്ത വിളിച്ചിട്ട് അങ്ങേ എനിക്ക് പൈസ തന്നല്ലോ. അയ്യോ ഞാനൊരു പ്രാന്തനായ മനുഷ്യനാണ്, അച്ചോ എന്നോട് ക്ഷമിക്കണമേ. ഇവൻ വലിയ വായിലേക്ക് കരയുക. അപ്പൊ ഞാൻ അവന്റെ തോളത്ത് കൊട്ടി. ഞാൻ പറഞ്ഞു, എടാ പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല. അയ്യോ ഞാനൊരു പ്രാന്തനാണ് അച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കുകൊണ്ടടാ ഒരു ഇച്ചിര. അപ്പൊ അവൻ ചോദിച്ചു, അച്ഛനും ഉണ്ടോ? നിന്റെ അത്രയില്ല, എനിക്കൊരു ഇച്ചിര. അപ്പൊ അവന് സമാധാനമായി, അവൻ ഫ്രീ ആയി. അവൻ പിന്നെയും ചോദിച്ചു, അച്ഛനുണ്ടോ? ഞാൻ പറഞ്ഞു, നിന്റെ അത്രയില്ല, നിനക്ക് ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ടാണ് സമയത്ത് കുളിക്കാതെയും തലമുടി വെട്ടാതെയും ഷേവ് ചെയ്യാതെയും നടക്കുന്നത്. നിന്റെ അത്രയില്ല, പാപം ചെയ്ത സകല മനുഷ്യർക്കും ഒരു ഇച്ചിര സ്ക്രൂ ആയി കൊണ്ടാന്ന് പറഞ്ഞു. അവന് സമാധാനം, അവന് കാശൊന്നും വേണ്ട. അവൻ പറഞ്ഞു, അച്ഛനും ഉണ്ട് എനിക്കും ഉണ്ട്, അപ്പം പ്രശ്നമില്ല, പോയി. അപ്പൊ ദൈവമക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ സാന്നിധ്യം പോലും മറ്റൊരാൾക്ക് സമാധാനം കൊടുക്കട്ടെ. ലോകത്തിലൊരു പരിധി വരെ ഈ സമാധാനം കൊടുക്കാം. ഇനി നമുക്ക് ചിന്താവിഷയത്തിൽ വരാം. നമുക്കുടെ സമാധാനം റിയലി സമാധാനമായിരിക്കണം. അങ്ങനാണെങ്കിൽ ഇതിന്റെ പിന്നിൽ സമാധാനം കെടുത്തുന്നത് ആരാണ്? നമുക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ട്. ആര്യനായാലും ദ്രാവിഡനായാലും ആണായാലും പെണ്ണായാലും നമുക്കൊക്കെ മനസാക്ഷിയുണ്ട് സഹോദരങ്ങളെ. മനസാക്ഷിയുടെ വേദന ഭയങ്കരമാണ്. അതിന് ബൈബിൾ പാതാള വേദന എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാനൊക്കത്തില്ല. മനസാക്ഷി ഒരു ദീപമാണ്. മനസാക്ഷി ഒരു മാഗ്നറ്റ് സൂചിയാണ്. മനസാക്ഷി ഒരു ന്യായാധിപനാണ്. എല്ലാ മനുഷ്യനും ഉണ്ട് മനസാക്ഷി. ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുർആൻ പറയുന്നത്, എള്ളോളമുള്ള ഒരു കള്ളം നീ പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ തുളുമ്പി നിൽക്കുന്ന സമാധാനം പോയി പോകും. റിയലി സത്യമാണ്. എള്ളിനോളം വലുപ്പമുള്ള ഒരു കള്ളം പറഞ്ഞാൽ മനസാക്ഷിക്ക് മുമ്പിൽ നമ്മുടെ പ്രാണൻ വിറച്ചു പോകും. അപ്പൊ മനസാക്ഷി വിധിക്കുന്നിടത്തോളം കാലം നമുക്ക് സ്വസ്ഥത കിട്ടത്തില്ല. കണ്ടില്ലേ, കേരളക്കരയിലെ നക്സൽ തീവ്രവാദി വർഗീസിനെ വെടിവെച്ചു കൊന്ന പോലീസ് കോൺസ്റ്റബിൾ രാമേന്ദ്രൻ പിള്ള സാർ 32 വർഷത്തിന് ശേഷം ഹൈക്കോടതിയിൽ ചെന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ വർഗീസിന്റെ കൈ പുറകിൽ കെട്ടി കണ്ണുകെട്ടി നെഞ്ചോട് ചേർത്ത് വെച്ച് വെടിവെച്ചെന്ന് ഏറ്റുപറഞ്ഞു. കാരണം എന്ത്? അദ്ദേഹം പറയാണ്, കഴിഞ്ഞ 32 വർഷമായി ഞാൻ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. ഞാൻ കണ്ണടയ്ക്കുന്ന ഉടനെ വർഗീസ് കൈകെട്ടപ്പെട്ടവനായി എന്റെ മുമ്പിൽ നിൽക്കുകയാണ്. മരണത്താൽ ആത്മാവ് ശരീരത്തെ വിടും മുൻപ് താൻ പോയി ഹൈക്കോടതിനോട് പറയാണ്, ചെയ്തത് ഞാനാണ്. രഹസ്യം എന്ത്? മനസാക്ഷിയുടെ കുറ്റബോധം. ഇതുള്ളിടത്തോളം കാലം നമുക്ക് സമാധാനം കിട്ടും. നല്ല നയന മനോഹരമായ വസ്ത്രമൊക്കെ അണിഞ്ഞ് നമുക്ക് നല്ല സ്പ്രേയൊക്കെ അടിച്ച് ബെൻസിന്റെ കാറെ നടന്നാലും ഉള്ളം ശവക്കലറ പോലെ ചീഞ്ഞു പോയി. പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. നമ്മൾ പുട്ട് തിന്നുമ്പോൾ അതിലൊരു തേങ്ങാപ്പീര പല്ലിനിടെ കയറിയാൽ നമ്മുടെ നാക്കടങ്ങിയിരിക്കുമോ? അടങ്ങിയിരിക്കത്തില്ല. നാക്കിടയ്ക്കിടയ്ക്ക് പോയി ആ തേങ്ങാപ്പീരെ ഞോണ്ടിക്കൊണ്ടിരിക്കുന്ന പോലെ ചെകുത്താൻ ഇടയ്ക്കിടയ്ക്ക് ആ മുറിവിനെ ഞോണ്ടി ടെൻഷൻ അടുപ്പിച്ചുകൊണ്ടിരിക്കും. കണ്ടിട്ടുണ്ടോ? അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ഇതുകൊണ്ടായിരിക്കും. പോകുന്ന വഴി നമ്മൾ ഉരുണ്ടു വീഴും. തെരുവ് ഒന്ന് കടിക്കാൻ വരും, ഉടനെ നമ്മൾ ചിന്തിക്കും അതാണ്. ചെകുത്താൻ പറയും അതുകൊണ്ടാണ്. നമ്മുടെ മുറിപ്പാടിനെ തൊട്ട് നമ്മളെ കൊണ്ട് ഊഴിയ വേല ജയിച്ച് ഒരു ജന്മം പാഴാക്കുകയല്ലേ സഹോദരങ്ങളെ. ശ്രദ്ധിക്കുക, മനസാക്ഷി ഒരു വലിയ വിഷയമാണ്. ഓടി ഒളിക്കാൻ നോക്കത്തില്ല. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹത്തിന്റെ കാലിൽ ഒരു വലിയ പാണ്ടക്കെട്ടി, ഭയങ്കരമായൊരു വ്രണം. താൻ പേപ്പറിന്റെ ഏജൻസിയുടെ ആളാണ്, വലിയ ധനികനായ മനുഷ്യനാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് അവിടെ കസാരയിൽ ഇരുത്തിയിട്ട് ചോദിച്ചു, അങ്കളെ ഇതെന്ത് പറ്റിയതാണ്? ഇത് ഡയബറ്റിക് കൊണ്ടുണ്ടായ മുറിവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അത് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ലേ? അത് ഒത്തിരി നോക്കി സാറേ, അതങ്ങോട്ട് കരിയുന്നില്ല. അപ്പൊ ഞാനതിന്റെ സംരക്ഷണമൊക്കെ പറഞ്ഞു കൊടുത്തു. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ മുറിവല്ല സാറേ വിഷയം, എന്റെ മനസാക്ഷിയിൽ ഒരു മുറിവുണ്ട്, എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ അമ്പരന്ന് പോയി. ഏറിയ വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു ദരിദ്രനായ മനുഷ്യന് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി വീട്ടുകാർ സമ്മതിക്കാതെ വന്നപ്പോൾ താൻ പണം വാങ്ങിയില്ലെന്ന് കോർട്ടിൽ പറഞ്ഞ് ആ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അധികം വൈകുമ്പോൾ ആ ദരിദ്രൻ മരിച്ചുപോയി. അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനാഥപ്പെട്ടു. പിന്നെ ഭാര്യയുടെ വീട് പാലക്കാടാണ്, അവിടേക്ക് പോയി.
പക്ഷേ ഇവന്റെ ഉള്ളിൽ മുറിവേൽക്കുകയാണ്. എന്നോട് പറഞ്ഞു, പുറമേയുള്ള മുറിവല്ല വിഷയം സാർ, എന്റെ ഉള്ളിൽ ആഴത്തിലൊരു മുറിവും ആ മുറിവിന്റെ വ്രണമുണ്ട്. ഞാൻ ഭയപ്പെട്ട് വിറയ്ക്കുകയാണ്. ഞാൻ എന്തു വേണേലും ചെയ്യാം, എന്നെ ഒന്ന് സഹായിക്കാമോ? ഈ രാത്രിയിൽ അങ്ങനെ മനസാക്ഷിയിൽ മുറിവേച്ച് വ്രണമായി 100 കണക്കിന് വർഷമായി ആ വേദന ചുമക്കുന്ന ദൈവ പൈതലേ, നിനക്ക് സമാധാനം തരുവാൻ യേശുവിന് കഴിയും. അവിടെ പറയുന്നത്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. അപ്പോൾ പാപം ക്ഷമിച്ച് കിട്ടുന്ന സമാധാനമാണ് യേശുവിന്റെ സമാധാനം. നമ്മുടെ പാപം ക്ഷമിച്ചു, സ്വർഗം ക്ഷമിച്ചു, ദൈവം മറന്നു. നാം നമ്മോട് ക്ഷമിക്കുകയും നമ്മൾ മറക്കുകയും ചെയ്യണം. നമ്മളിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ മൃഗസ്നേഹികൾ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. നായ്ക്ക് വേണ്ടിയും പൂച്ചയ്ക്ക് വേണ്ടിയും ഒക്കെ മൃഗസ്നേഹികൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഇടയിലും മൃഗസ്നേഹികളുണ്ട്. നല്ല കാര്യം. മനുഷ്യനെ സ്നേഹിച്ചില്ലേലും നാട്ടിലെ നായെ സ്നേഹിച്ചാട്ടെ. സ്നേഹം എങ്ങോട്ടെങ്കിലും പോകണമല്ലോ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വ്രണമായി തീരും. പലരും കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കത്തില്ലേലും തെരുവിലെ നായെ സ്നേഹിക്കും. അപ്പൊ ഞാൻ പറയാം, നിങ്ങൾ തെരുവിൽ കൂടെ പോകുമ്പോൾ ഒരു ചെറിയ പൂച്ചക്കുഞ്ഞ് ഒരു ടാറും പാട്ടയിൽ കിടക്കാണെന്നിരിക്കട്ടെ. ആരെങ്കിലും കുസൃതി പിടിച്ച പിള്ളേർ ചെവിക്ക് പിടിച്ച് ഒരു ടാറും പാട്ടയിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ ഇട്ടുപോയി. അതിന്റെ ശരീരം മുഴുവൻ ടാറ് ബാധിച്ചു. മൃഗസ്നേഹികളായ നിങ്ങൾക്ക് അവനെ കണ്ടപ്പോൾ കർത്താവിനെ പോലെ കരുണ തോന്നി. നിങ്ങൾ അവന്റെ ചെവിക്ക് പിടിച്ച് ടാറിനകത്തുനിന്ന് പുറത്താക്കി. നിങ്ങൾ അതിനെ റോഡിൽ നിർത്തിയിട്ട് പോയെന്നിരിക്കട്ടെ, നിങ്ങൾ അതിനെ രക്ഷിച്ചുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല സഹോദരങ്ങളെ. ടാറും പാട്ടയിൽ നിന്ന് എടുത്ത് പുറത്തു വെച്ചപ്പോൾ അതിലുള്ള ടാറ് നിമിത്തം റോഡിൽ കിടക്കുന്ന കരിയിലയും ചപ്പും ചവറും കമ്പും കാലും ഒക്കെ അതിന്റെ ശരീരത്ത് പറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതൊരു പൂർണ്ണമായ സ്നേഹമല്ല. ആ ടാറുള്ളിടത്തോളം കാലം അതിന് പൂർണ്ണമായ രക്ഷയില്ല. ടാറും പാട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടതേ ഉള്ളൂ, ടാറിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ യേശു ഒരു മനുഷ്യന്റെ ഹൃദയത്തോട് സമാധാനം നൽകുമ്പോൾ അവൻ കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയി മനസാക്ഷിയെ വ്രണപ്പെടുത്തിയ സകല മുറിപ്പാടുകൾക്കും നീക്കം വരുത്തി തന്റെ രക്തം കൊണ്ട് കഴുകിയാണ് ആ സ്നേഹം അവനിലേക്ക് പകരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പൂച്ചക്കുഞ്ഞിനെ എടുത്ത് മണ്ണെണ്ണ എടുത്ത് നല്ലവണ്ണം സ്പ്രേ ചെയ്ത് അതിനെ നല്ലവണ്ണം തുടച്ച് നിങ്ങൾ അടിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ നല്ല 2 സ്പ്രേയും അടിച്ചു തെരുവിൽ വിടാമെങ്കിൽ കാണിച്ച സ്നേഹം റീലിയാണ്. അതാണ് യേശു നമ്മളോട് ചെയ്യുന്നത്. നമ്മൾ പാപിയാണെന്ന് പറഞ്ഞപ്പോൾ പാപത്തിന്റെ കുഴിയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തേച്ച് മത്തായി നീ നിന്റെ വഴിക്ക് പൊക്കോളാൻ പറഞ്ഞാൽ കുഴി കിടന്ന പാപിയായ മത്തായി വഴി കിടന്ന പാപിയായ മത്തായി ആകും. പിന്നെ സമാധാനം കിട്ടത്തില്ല. അപ്പൊ കുഴി കിടന്ന മത്തായി എടുത്തിട്ട് പാവക്കറ കഴിയിട്ടിട്ടാണ് വഴിയെ നടക്കുന്ന മത്തായി ആക്കി മാറ്റുന്നത്. അതാണ് പറഞ്ഞത്, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താലുള്ള സമാധാനം. എത്ര പേര് വിശ്വസിക്കുന്നു? പശ്ചാത്തപിക്കുന്ന പാപിയുടെ പാവക്കറകളെ കഴുകി പാപഭാരം ചുമക്കുന്നിടത്തോളം കാലം നിന്റെ മനസ്സിന് സമാധാനമില്ല. എന്നാൽ ഈ രാത്രി യേശുവിന്റെ സ്നേഹത്തിന്റെ നദി നിന്നിലേക്ക് ഒഴുകി വരികയാണ്. ആ സ്നേഹം ലോകം തരുന്നത് പോലെ, ആ സമാധാനം ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിനൊരു പരിധി വരെ കൊടുക്കാം. നമ്മൾ എത്രയോ പേർക്ക് കണ്ടിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുമ്പോൾ സമാധാനമായി എന്ന് പറഞ്ഞു പോകുന്നവരെ കണ്ടിട്ടില്ലേ? ഇനി ഈ സ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്നറിയാമോ? ഇത് സകല ബുദ്ധിക്കും മീതെ കവിഞ്ഞൊഴുകുന്ന സമാധാനമാണ്. പൗലോസ് പറയുകയാണ്, നമുക്ക് ബുദ്ധി ഉള്ളത് കൊണ്ടല്ലേ ചിന്തിക്കുന്നത്. ചില മനുഷ്യർക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഐസക് ന്യൂട്ടനേക്കാളും ആൽഫ എഡിസനേക്കാളും ഒക്കെ ഷാർപ്പ് ബുദ്ധിയുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. ബുദ്ധി നേരെ പോകാതെ വളഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ പോകുന്ന ബുദ്ധിയാണ്, കുറുക്ക് ബുദ്ധി. അങ്ങനെയുള്ള കുരുട്ടുബുദ്ധിയൊക്കെ ഉണ്ടാകും. ദൈവമക്കളെ, ഈ ബുദ്ധി ഉള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക. ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ചിന്തിക്കുന്നത്, ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഓർമ്മ വെക്കുന്നത്. എനിക്കറിയാം, നമ്മുടെ ഒരാൾ പണ്ട് ഓഫീസിൽ, ഇലക്ട്രിസിറ്റി ഓഫീസിൽ ജോലി ചെയ്യുക. ആ ജോലി ചെയ്യുമ്പോൾ അതിന് എതിർദിശയിൽ ഒരു മറ്റേതോ ഒരു ഹിന്ദു പശ്ചാത്തലത്തിലുള്ള ഒരു ലേഡി ജോലി ചെയ്തിന്. അപ്പൊ അവരുടെ കയ്യിൽ ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു മുഴ വന്നു. ആ മുഴ ഇങ്ങനെ ഡിസ്റ്റർബ് ആയപ്പോൾ കൊണ്ടുവന്ന ഉടനെ അതെന്ത് ചെയ്യുന്നറിയാമോ? അതൊരു ക്യാൻസറിന്റെ രൂപമായി മാറി. അപ്പൊ ഈ സഹോദരിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? ഉള്ളിൽ ആ ഭയം തട്ടി. ചില നാളുകൾക്ക് ശേഷമായി എന്ത് ചെയ്തു? അവരുടെ ചെവിയുടെ പുറയിൽ അവിടെ ഒരു മുഴയില്ല. അവരിടയ്ക്ക് മക്കളെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും മറ്റുള്ളവരോടൊക്കെ പറയും, നോക്കിക്കേ ഇവിടെ ഒരു മുഴയില്ലേ. ആ ശാരദയ്ക്ക് വന്നതുപോലെ തന്നെയാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ആന്ത്രായിക്ക് കൂടെ പോയ ക്യാൻസറാണ്, അവസാനം ഇവിടെ കൂടെ കൂടി. കാരണം എന്താ സഹോദരങ്ങളെ? ഉള്ളിൽ തട്ടിയ ഭയത്തിന്റെ പിന്നിലാണ് സാത്താൻ വേട്ടയാടുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഭയം ഒരു കണിയാണ്, സകല ബുദ്ധിക്ക് മീതെ കവിയും. നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിന് മീതെ കവിഞ്ഞൊഴുകും. നിങ്ങളൊരു ഉറവയിൽ ചെന്ന് ഒരു ഉറവയിലേക്ക് കല്ലെടുത്തൊന്ന് ഇട്ടു നോക്കുക. അല്പസമയത്തേക്ക് ആ ഉറവയിലെ വെള്ളം തടഞ്ഞു നിൽക്കുന്നത് കാണാം. കണ്ടിട്ടില്ലേ?
അത് ഇടം വല ഒഴുകാൻ നോക്കും. ഒക്കാതെ വരുമ്പോൾ ആ ഉറവയിൽ വെള്ളം തടഞ്ഞു നിൽക്കും. 5 നിമിഷം കഴിയുമ്പോൾ നിങ്ങൾ ആ ഉറവയിലേക്കിട്ട കല്ലിന്റെ മേളിൽ കൂടെ ഈ വെള്ളം കവിഞ്ഞൊഴുകും. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഉറവ പറയും, വാസ്തേ ഈ സമാധാനം ആരംഭിച്ചത് 1000കണക്കിന് മൈൽ അടി ഉയരത്തിൽ നിന്നാണ്. ഇത് യേശുവിന്റെ ക്രൂശിൽ നിന്നാണ്. യേശു നിനക്ക് സമാധാനം തരുമ്പോൾ ആ സമാധാനം പാപം ക്ഷമിച്ചുള്ള സമാധാനമാണ്. ആ സമാധാനം ലോകം തരുന്നത് പോലെയുള്ളതല്ല. ആ സമാധാനം നിന്റെ ബുദ്ധിമണ്ഡലത്തിന് മീതെ കവിഞ്ഞൊഴുകി നിനക്ക് സമാധാനം തരാൻ കഴിയും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചില പ്രത്യേക പ്രതിസന്ധിയിൽ ചിലരുടെ സമാധാനമൊക്കെ കണ്ടാൽ നമ്മൾ അമ്പരന്ന് പോകും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഇംഗ്ലീഷ് ബുക്കിൽ വായിച്ചപ്പോൾ, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ലാറ്റിൻ അമേരിക്കയിൽ എവിടെയോ സംഭവിച്ച സംഭവമാണ്. അവിടെ 20 വയസ്സിന് മുകളിലുള്ളവരെല്ലാം ചെന്ന് ആർമിയിൽ ചേർന്നു. അങ്ങനെ ഒരു വീട്ടില് 5 കുഞ്ഞുങ്ങളായിരുന്നു. 5 കുഞ്ഞുങ്ങൾ. 5 കുഞ്ഞുങ്ങളെ അപ്പച്ചൻ മരിച്ചുപോയി. അവർ 1 വയസ്സ് 2 വയസ്സിനൊക്കെ പ്രായം കുറഞ്ഞവരായിരുന്നു. ഈ 5 പേരും രാജ്യനിയമം അനുസരിച്ച് ആർമിയിൽ പോയി ചേർന്നു. അമ്മ അവരെ പ്രാർത്ഥിച്ചയച്ചു. അവർ മറ്റൊരു രാജ്യത്തിലേക്ക് യുദ്ധത്തിനായി പോകുകയാണ്. അക്കാലത്ത് എന്തെങ്കിലും മരണവാർത്ത ഉണ്ടായാൽ ഇത് അറിയിക്കാൻ വന്നിരുന്നത് പള്ളിയിലെ ചാപ്പലിലെ അവിടെയുള്ള അച്ഛനാണ് ടെലഗ്രാം ലഭിക്കുന്നത്. ഒരു ദിവസം പ്രഭാത സമയം അമ്മ എന്തോ തിരക്ക് പിടിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ദൂരത്തുനിന്ന് വരികയാ. അച്ഛന്റെ വരവ് കണ്ടപ്പോൾ കയ്യിലുണ്ടായിരുന്ന മഞ്ഞ പേപ്പർ കണ്ടപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ ഓടിച്ചെന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛോ എന്താണ് സംഭവിച്ചത്? എന്റെ കുഞ്ഞുങ്ങളിൽ 5 പേരിൽ ആരെങ്കിലും മരിച്ചോ? എന്റെ മൂത്ത മകനാണോ മരിച്ചത്? അതോ 2ാമത്തെ മോനാണോ മരിച്ചത്? 3ാമത്തെ മോനാണോ മരിച്ചത്? 4ാമത്തെ മകനാണോ മരിച്ചത്? പറയച്ചോ, അതോ എന്റെ ഇളയ കുഞ്ഞാണോ മരിച്ചത്? അച്ഛൻ കരഞ്ഞു കലങ്ങുന്ന മനസ്സോടെ പറഞ്ഞു, നീ സഹിച്ചേ ഒക്കത്തുള്ളൂ, നിന്റെ 5 കുഞ്ഞുങ്ങളും വെടിയേറ്റു മരിച്ചുപോയി. ഇത് നടന്ന സംഭവമാണ് സഹോദരങ്ങളെ. പെട്ടെന്ന് ഈ അമ്മ മുഴങ്കാൽ മടക്കി. അച്ഛൻ ഓർത്തുവല്ല മാനസിക പ്രതിയായിരിക്കുമെന്ന്. അവൾ ദൈവത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. ഈ 5 കുഞ്ഞുങ്ങളെയും നീ എനിക്ക് തന്നു. അവരുടെ അപ്പച്ചൻ കുഞ്ഞിലെ മരിച്ചുപോയി. അവരെല്ലാം ഞാൻ വളർത്തി പഠിപ്പിച്ചു. അവരാത്മീയരായി, അവർ രാജ്യസ്നേഹികളായി നിനക്ക് വേണ്ടി മരിച്ചല്ലോ. നീ തന്നു, നീ എടുത്തു. നിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശത്രുപാളയത്തിലേക്ക് രാജ്യസ്നേഹികളായി പോയ 5 കുഞ്ഞുങ്ങൾ ഒരേ ദിവസം വെടിയേറ്റ് മരിച്ചപ്പോഴും ദൈവം തന്നു, ദൈവം എടുത്തു. അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ അവിടെ ഹൃദയത്തിൽ വാണിരുന്ന സമാധാനം യേശുവിന്റെ സമാധാനമാണ്. അത് സകല ബുദ്ധിക്ക് മീതെ കവിഞ്ഞൊഴുകുന്ന സമാധാനമാണ്. ഇന്ന് രാത്രി ആ സമാധാനം പ്രാപിച്ചേ നിങ്ങൾ ദൈവസന്നിധി വിട്ടുപോകാവൂ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. അടുത്തതായി ബൈബിൾ പറയുന്ന നദി ഏതാണ്? അടുത്ത മറ്റൊരു ആത്മീയ നദി കാണാം. അത് അഗ്നി നദിയാണ്. BC 6ാം ശതകത്തിൽ ബാബിലോണിയ പ്രവാസത്തിൽ പോയ ഭക്തനായ ദാനിയേൽ കണ്ടൊരു ദർശനം. 7ാം അധ്യായം 10ാം വാക്യം ഇങ്ങനെയാണ്: ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ സിംഹാസനത്തിൽ നിന്ന് ഒരഗ്നി നദി ഒഴുകി വരുന്നത് ഞാൻ കണ്ടു. വായിച്ചാൽ, ഒരു അഗ്നി നദി അവന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി. ശ്രദ്ധിക്കുക, ഓരോ നദികൾ പുറപ്പെട്ട് ഒഴുകുന്ന നമ്മൾ ശ്രദ്ധിച്ചു. ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്നാണ് ദൈവസ്നേഹത്തിന്റെ നദി ഒഴുകിയത്. കാൽവറി ക്രൂശിൽ നിന്നാണ് സമാധാനത്തിന്റെ നദി ഒഴുകിയത്. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത്, ദാനിയേൽ പറയാണ്, വയോധ്യനായ ഒരുവൻ സിംഹാസനത്തിലിരുന്നു. അവന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ നിന്ന് ഒരഗ്നി നദി ഒഴുകി. എന്താണ് ഈ അഗ്നി നദി? യോഹന്നാൻ മശിഹായെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കും, എന്റെ പിന്നാലെ വരുന്നവർ നിങ്ങളെ അഗ്നിയിൽ സ്നാനം കഴിപ്പിക്കും. ഹല്ലേലൂയ! ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയും പോലെ കത്തി ജ്വലിക്കുന്ന ആത്മാവിന്റെ നദി ഒഴുകും. അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. എന്തിനാണ് ഈ നദി ഒഴുകുന്നത്? പ്രവാചകൻ പറയുന്നു, പുകയുന്ന തിരികളെല്ലാം കത്തിക്കുവാനാണ് ഈ രാത്രി നദി നമ്മുടെ മധ്യ ഒഴുകുന്നത്. വീണ്ടും ഭക്തനായ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്ത് ആയിരങ്ങൾ തീയിലിട്ട് ചുട്ടുകളയാൻ പോകുകയാണ്. ഈ രാത്രിയിൽ ആ അഗ്നി നദി നമ്മുടെ മധ്യ ഒഴുകി എത്തണം സഹോദരങ്ങളെ. ദൈവം തന്റെ സിംഹാസനം ഈ പന്തലിന്റെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഈ രാത്രി ആ നദി നമ്മുടെ പന്തലിനുള്ളിൽ ഒഴുകും. പുകഞ്ഞ കരിയായി പുകയോടെ ദുർഗന്ധത്തോടെ ഇരിക്കുന്ന നിന്റെ ജീവിതത്തെ ഇന്ന് രാത്രി അവൻ കത്തിക്കും. നിന്റെ നാവിനെ അഗ്നിജ്വാലയ്ക്കൊത്ത നാവാക്കി മാറ്റും. നിന്നോട് യുദ്ധം ചെയ്ത
ചെയ്യുന്ന പിശാചിന്റെ ആയുധങ്ങള് ഈ രാത്രി അഗ്നിയാൽ അവൻ ദഹിപ്പിച്ചു കളയും. അത് ഉയരത്തിലെ ശക്തിയാണ്. പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ വചനം വിശ്വസിക്കുക. വചനം പറയുന്നു, ഇതാ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് അവനിലേക്ക് ഒരഗ്നി നദി ഒഴുകിയെത്താൻ പോകുകയാണ്. ഇത് പരിശുദ്ധാത്മാവാണ്, ഉയരത്തിലെ ശക്തി. അത് വരുമ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. ഇത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. അത് വ്യാപരിക്കുമ്പോൾ നിന്നെ പാപത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന് ഉയർത്തി ആശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും സിംഹാസനത്തിൽ കൊണ്ടെത്തിക്കും. അത് നിന്നിൽ വ്യാപരിക്കുമ്പോൾ ഈ അത്യന്ത ശക്തി നിന്റെ പ്രാകൃത സ്വഭാവങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കും.